എല്ലാ കൂട്ടുകാർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. എന്നാൽ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ചായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 1 കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് ക്യാരറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ആ തേങ്ങയിൽ വെള്ളം ഒന്ന് മാറിക്കിട്ടുന്നത് വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ശർക്കരപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ അഴുക്കുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ റാഗിപ്പൊടിയും ചേർത്ത് ഉടനെ തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഒരല്പസമയം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി പാനിൽ നിന്നൊക്കെ ആ വിട്ട് വരുന്ന ആ ഒരു പരുവമായി കിട്ടുന്നത് വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം കയ്യിൽ അല്പം നെയ്യൊന്ന് തേച്ചിട്ട് ഈ ഒരു മിക്സ് ഒന്നുകൂടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് അല്പം നെയ്യ് കയ്യിൽ തേച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. നമുക്ക് ഈ ഒരു സ്നാക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം എളുപ്പത്തിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ആവിച്ചെമ്പിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ക്യാരറ്റും റാഗിയൊക്കെ വെച്ച് ചെയ്തെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ മറക്കാതെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.